ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ മൊബൈൽ ചാർജർ ഡാമേജ് ആയിട്ടൊക്കെ ഉള്ളത് ഉണ്ടാവും. നമ്മൾ ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നോക്കാം. നമ്മൾ സദാസമയം കൂടെ കൊണ്ട് നടക്കുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ. കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ വീഡിയോസൊക്കെ കണ്ട് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ സോങ് ഒക്കെ കേട്ട് കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഫോൺ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത്. ചാർജർ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഫോണൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് വീഡിയോസ് കാണാനായിട്ട് പറ്റും. മാത്രമല്ല താഴെ വീണ് പോകുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. താഴെ വീണ് ഡാമേജ് ആവുന്നൊരു പ്രോബ്ലം ഒന്നുമില്ല. എത്ര നേരം വേണമെങ്കിലും മൊബൈൽ സേഫായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ള മൊബൈൽ ചാർജറിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം. വീഡിയോസ് കാണാൻ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുന്ന ആളുകൾക്കും ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ക്യാമറ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതേപോലെ നമുക്ക് കുഞ്ഞ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ സ്റ്റാൻഡൊന്നും ഇല്ലാതെ ഇതേപോലെ ചാർജറിൻ്റെ ഈ ഒരു കട്ട വെച്ചിട്ട് കുഞ്ഞ് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിനുള്ളിൽ മക്കളുടെ പേനയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാപ്ലെയറിൻ്റെ പിന്നും സ്റ്റാപ്ലെയറും കത്രിക, അതേപോലെ മക്കളുടെ പെൻസിൽ, ഇറേസർ, ഷാർപ്പനറൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ കീപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അടുത്തതായിട്ട് ഞാൻ മിനറൽ വാട്ടറൊക്കെ കൊണ്ടുവരുന്ന ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു സ്മോൾ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഈ ഒരു ചെറിയ പോർഷൻ മാത്രം മതി നമുക്ക്. ഇത് വെച്ചിട്ട് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ ഡിഷ് ബാർ സോപ്പുകളൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ആയിട്ട് സോപ്പ് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് പോവാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിന് ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇതിൽ വെള്ളം നിൽക്കാത്തത്. സാധാരണയായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ആയിട്ട് ആ സോപ്പ് അലിഞ്ഞു പോവുകയും ചെയ്യും. അതിൽ വെള്ളം നിന്നിട്ട് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. അതില്ലാണ്ട് സോപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബോട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൽ പപ്പടക്കോല് ചൂടാക്കിയിട്ട് നിറയെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു പോർഷനിൽ അത്യാവശ്യം തന്നെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുഞ്ഞ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ വീണ്ടും ഞാൻ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നല്ല രീതിയിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള 2 ലിഡാണ്. അപ്പോൾ ഞാൻ ഒരു ലിഡ് എടുത്തതിന് ശേഷം അതിൽ ഫ്ലെക്സ് കിക്ക് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ട് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ ഒരു എഡ്ജിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ലിഡൊക്കെ ആണെങ്കിൽ സെൻറ്ററിൽ എടുത്താലും മതി. സെൻറ്ററിൽ ഒട്ടിക്കുന്ന സമയത്ത് അത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 എഡ്ജിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിലും ഇതേ രീതിയിൽ തന്നെ സെയിം ഹൈറ്റുള്ള ലിഡിൽ ഫ്ലെക്സ് കിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതാ എനിക്കിത് രണ്ടും നല്ല പോലെ തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സോപ്പ് വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ സിങ്കിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ തന്നെ വെള്ളമൊന്നും ആവുകയില്ല, അതുപോലെ തന്നെ മെൽറ്റായിട്ട് പോവുകയില്ല. നമ്മൾ ഈ ഒരു പോർഷന് നിറയെ ഹോൾസ് ഇട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു വെള്ളം ലീക്കായിട്ട് പോവുകയും ചെയ്യും, സോപ്പ് അവിടെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒത്തിരി നാൾ നമുക്ക് ആ ഒരു സോപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഞാനിതിലേക്ക് സോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സോപ്പ് തന്നെ നമുക്ക് കുറച്ച് നാളുകൾ കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല സോപ്പൊന്നും മെൽറ്റായിട്ട് പോവുകയില്ല, ബാഡ് സ്മെൽ ഉണ്ടാവുകയില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. വെറുതെ വലിച്ചെറിയുന്ന ഒരു ബോട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം.
ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബുക്കാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഇതേപോലെ കട്ടി കൂടിയിട്ടുള്ള ബുക്കൊക്കെ ആണെങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് റീഡ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജൊക്കെ നമ്മൾ അറിയാനായിട്ട് സാധാരണയായിട്ട് ഒരു പേജ് മടക്കി വെക്കാറാണ് പതിവ്. എന്നാൽ ആ ഒരു പേജ് നിവർന്നു പോയാൽ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ഒരു പേജ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. ചിലപ്പോൾ ആ ഒരു പേജ് നമ്പർ ഒന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. നമ്മൾ വായിച്ചിട്ടുള്ള പേജുകൾ ഉൾപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ച് വെച്ചിട്ടുള്ള ഒരു ഭാഗം എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളത് മറന്നു പോവുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. പ്രായാധിക്യം കൊണ്ടോ അതല്ലെങ്കിൽ തണുപ്പ് കൊണ്ടോ നമുക്കൊക്കെ ഉണ്ടാവുന്ന ജോയിൻറ്റ് പെയിനുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേദനയ്ക്ക് വരുന്ന സമയത്ത് പെയിൻ കില്ലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും. എന്നാൽ ഇതേപോലെ തികച്ചും നാച്ചുറലായിട്ടുള്ള റെമഡീസ് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേദനയ്ക്ക് ശമനവും കിട്ടും, നമ്മുടെ ആരോഗ്യത്തെ അത് ഒരു ദോഷവും ചെയ്യുകയില്ല കേട്ടോ. അപ്പം ഞാനിതാ പൊടിച്ചെടുത്തിട്ടുള്ള കടുക് മുഴുവനായിട്ട് എയർടൈറ്റുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ പൊടിച്ചു വെക്കുകയാണെങ്കിൽ 2-3 മാസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാടൻ മഞ്ഞളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കടുകിനായാലും അതുപോലെ തന്നെ മഞ്ഞളിനായാലും ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കർപ്പൂരമാണ്. ഞാൻ ഇത്രയും പൊടിയിലേക്ക് എടുത്തിട്ടുള്ളത് 2 കർപ്പൂരമാണ്. ഈ കർപ്പൂരം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പേപ്പറിലേക്ക് ആ ഒരു കർപ്പൂരം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ച് അമർത്തുന്ന സമയത്ത് തന്നെ എനിക്കത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്യണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കർപ്പൂരം ഒക്കെ മെൽറ്റായിട്ട് വരും കേട്ടോ. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കടുകിലേക്ക് മഞ്ഞൾപ്പൊടിയും കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മഞ്ഞൾപ്പൊടി ആയാലും കർപ്പൂരം ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു തവിയിലേക്ക് അല്പം എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, കടുകിൻ്റെയും മഞ്ഞളും കർപ്പൂരമൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴെല്ലാം ഫ്ലെയിം കിടക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇത് തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ആകുമ്പോൾ ഈ ഒരു എണ്ണയുടെ സ്മെല്ലും അതുപോലെ തന്നെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആവും കേട്ടോ. അത്യാവശ്യം ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു എണ്ണയുടെ കളറെല്ലാം നല്ല രീതിയിൽ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. 2 തവണ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഈ ഒരു എണ്ണ നല്ലപോലെ ചൂട് ഉണ്ട്. അപ്പോൾ കുറച്ച് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് തൊടാൻ പറ്റുന്ന ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് എത്തുമ്പോൾ നമുക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്ത് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിത് തേച്ച് കൊടുക്കുന്നത് മോൻ്റെ കാലിലാണ് കേട്ടോ. അപ്പോൾ അവൻ എപ്പോഴും ഉണ്ടാകുന്നൊരു പെയിനാണ് ഈ ഒരു കാലിൻ്റെ മുട്ടിന്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറഞ്ഞ സമയവും മതി. മാത്രമല്ല ഒറ്റ തവണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് നല്ല പോലെ എയർ ടൈറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഈ നന്നായിട്ട് തന്നെ മുട്ടിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തേച്ച് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അതൊരൊറ്റ ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിലീഫ് കിട്ടില്ല. ഒരാഴ്ചയെങ്കിലും നമ്മളിത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പെയിന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുക. എന്നാലും നമ്മൾ ഇതേപോലെയുള്ള മെഡിസിനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആരോഗ്യം കേടുവരുത്തുന്നതിനേക്കാൾ നല്ലതാണ് തികച്ചും നാച്ചുറലായിട്ടുള്ള ഇത്തരം റെമഡീസ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒട്ടും നമ്മുടെ ആരോഗ്യത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയില്ല. നമ്മുടെ അസുഖം ഭേദമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.